നമുക്ക് ഈ ഗ്യാസ് ക്ഷാമം നമ്മുടെ പ്രധാനപ്പെട്ട നഗരങ്ങളെയൊക്കെ ബാധിച്ചു കഴിഞ്ഞു എന്നാണ് വിവരം. കൊച്ചി നഗരത്തിൽ ഒരു വ്യാവസായിക നഗരം, ഒരു വാണിജ്യ നഗരം, ഒരു കൊമേഴ്സ്യൽ സിറ്റി എന്ന നിലയിൽ കൊച്ചി ഇതെങ്ങനെ ബാധിക്കുന്നതെന്നറിയാൻ നമ്മുടെ പ്രതിനിധി ലിഡിയ ജാക്കോ നമുക്ക് പോകുന്നുണ്ട്. ലിഡിയ, ഗുഡ് മോർണിംഗ്. പറയൂ ലിഡിയ. കൊച്ചി നഗരത്തിൽ വലിയ പ്രതിസന്ധി തന്നെയാണ് തുടരുന്നത് എന്ന് തന്നെയാണ്. പ്രത്യേകിച്ച് മിക്ക ഹോട്ടലുകളും നിലവിൽ അടച്ചിട്ടുണ്ട്. പല ഹോസ്റ്റലുകളും അതുപോലെ തന്നെ ക്യാൻറ്റീനുകൾ അടക്കമുള്ള കാര്യങ്ങൾ കൂടി അടച്ചിട്ടുണ്ട്. പല ആശുപത്രികളുടെയും പ്രത്യേകിച്ച് സ്വകാര്യ ആശുപത്രികളുടെ പലരുടെയും ക്യാൻറ്റീനുകളും കാര്യങ്ങളും ഒക്കെ അടച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. മറ്റൊന്നുള്ളത്, ഈ ഹോട്ടലുകൾ അടച്ചു കഴിഞ്ഞാൽ പിന്നെ ആളുകൾക്ക് ഒരു ചായക്കും കാര്യങ്ങൾക്കും ഒക്കെ ഒരു ആശ്രയം ഈ തട്ടുകടകളൊക്കെയാണ്. കൊച്ചി നഗരത്തെ സംബന്ധിച്ചിടത്തോളം വഴിയോരങ്ങളിൽ നമുക്ക് ഏത് സമയത്ത് ഇറങ്ങിയാലും തട്ടുകടകൾ കാണാം. ചൂടുള്ള ചായയും കടികളും ഒക്കെ ലഭിക്കുന്നതാണ്. അത്തരത്തിലൊരു തട്ടുകടയിലാണ് നമ്മളുള്ളത്. ഇവർ വലിയ പ്രതിസന്ധിയിലാണ്. മിക്ക തട്ടുകടകളും അടച്ചു പോയിട്ടുണ്ട്. വളരെ ചുരുക്കം ചില തട്ടുകടകൾ മാത്രമാണ് അടയ്ക്കാനായി ബാക്കിയുള്ളത്. ചേച്ചി, എത്രത്തോളം ഉണ്ടൊരു പ്രതിസന്ധി? നമുക്ക് ഗ്യാസ് കിട്ടാത്തതുകൊണ്ട് നമ്മുടെ പരിപാടികൾ അറിയാമല്ലോ, ഈ ചെറിയ കച്ചവടമല്ലേ. അപ്പോൾ നമുക്ക് ആ ഗ്യാസ് കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ വെച്ച് ഇവിടെ ഒരു ചായ വെച്ച് കൊടുക്കാമെന്ന് പറഞ്ഞാലും നമുക്ക് കടികളായിട്ട് കൊണ്ടുവരുന്നത് പുറത്തുനിന്ന് കൊണ്ടുവരുന്നതാണ്. അവർക്ക് വലിയ സംരംഭമല്ലേ, അപ്പോൾ അവർക്ക് ഗ്യാസ് ഇല്ലാണ്ട് പറ്റില്ല. അപ്പോൾ അതിവിടെ നിർത്തലാക്കി കഴിഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ കച്ചവടത്തിനെ അതും ബാധിക്കും. അപ്പോൾ അങ്ങനെ ഓരോ തലങ്ങളിൽ നിന്ന് തുടങ്ങുന്ന സംഭവങ്ങൾ സാധാരണക്കാരനെ വരെ ബാധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രീതിയിലാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ചേച്ചി, വീട്ടിൽ കിട്ടുന്നുണ്ടോ? എങ്ങനെയാ? ബുക്ക് ചെയ്തിട്ട് എടുക്കണില്ല. 3 ആഴ്ചയായി ബുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വീട്ടിലെടുക്കണില്ല. സമീപത്തുള്ള പല തട്ടുകടകളും അടച്ചു പോയിട്ടുണ്ട്. ഹോട്ടലെല്ലാം അടച്ചേക്കണോ? ഞങ്ങളുടെ പരിസരം ഹോട്ടലെല്ലാം അടച്ചേക്കണോ? നിങ്ങൾക്കിപ്പോ ഇനിയിപ്പോ എത്ര ദിവസത്തേനും കൂടിയുള്ള ഗ്യാസ് ഉണ്ടാവും ഏകദേശം? നമുക്കിത് ഏകദേശം നമ്മൾ ഒരു കുറ്റി എടുക്കും, ഒരു 15-20 ദിവസം. അപ്പം നമുക്കൊരു 15 ദിവസത്തേയും കൂടി എങ്ങനെയെങ്കിലും കാണും. അപ്പം നമ്മുടെ ജീവിത മാർഗമാണ് അടയാൻ പോകണം. 2 കുടുംബം കഴിയണതാണ് ഈ പെട്ടിക്കടയും കൊണ്ട്. അങ്ങനെയാണ് പറയുന്നത്. അതായത് ഇനിയിപ്പോൾ ഒരു കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ ഈ ഒരു തട്ടുകടയും അടയ്ക്കും. ഈ സമീപത്തുള്ള പല തട്ടുകടകളും അടച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രത്യേകിച്ച് പല സ്ഥലങ്ങളിലും പ്രത്യേകിച്ച് നൈറ്റ് തുറക്കുന്ന ഒരുപാട് തട്ടുകടകളുണ്ട്. മറ്റ് തട്ടുകടകൾ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന തട്ടുകടകളുണ്ട്. ആ കടകളൊക്കെ ഏകദേശം അടച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത്. എന്തായാലും ഹോട്ടലുകളെ ബാധിച്ചതുപോലെ തന്നെ ചെറിയ ചെറിയ കടകളെയും ഇത് ബാധിക്കുന്നു. അതുപോലെ തന്നെ ഹോസ്റ്റലുകളെയും പ്രത്യേകിച്ച് ക്യാൻറ്റീനുകൾ, ആശുപത്രി ക്യാൻറ്റീനുകൾ അടക്കമുള്ള കാര്യങ്ങളെ കൂടി ഇത് ബാധിക്കുന്നു എന്നുള്ളതാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.